സിദ്ദീഖ് അഥവാ സത്യസന്ധൻ എന്ന വിശേഷണത്തിനുടമ, പ്രവാചകന്റെ ഉറ്റ ചങ്ങാതി, ഇസ്ലാമിലെ ആദ്യ ഖലീഫ, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബികളിൽ പ്രമുഖൻ. ഖൈറിന്റെ ഇനങ്ങൾ 360 എണ്ണമാണ്. അതെല്ലാം താങ്കളിലുണ്ടെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സ്വഹാബി വര്യൻ. പുരുഷന്മാർക്കിടയിൽ നിന്നും ഇസ്ലാം മതം സ്വീകരിച്ച ആദ്യ വ്യക്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യമായി ഒരു കന്യകയെ വിവാഹം ചെയ്തു കൊടുത്ത ഒരു പിതാവ്. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ ഏറെയുള്ള സ്വഹാബി. ആ മഹാന്റെ ജീവിത ചരിത്രം നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. പ്രസിദ്ധമായ ആനക്കലഹ സംഭവം നടന്ന് 2 വർഷത്തിന് ശേഷം AD 573 അദ്ദേഹം മക്കയിൽ ജനിക്കുന്നത്. അബൂ ഖുഹാഫ ഉസ്മാൻ, സൽമ ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹുമ എന്നിവരാണ് മാതാപിതാക്കൾ. ഖുറൈശി ഗോത്രത്തിലെ ബനൂ തൈം വംശത്തിൽ സമ്പന്നരായ വസ്ത്രവ്യാപാരി കുടുംബത്തിലാണ് അദ്ദേഹത്തിന്റെ പിറവി. പ്രവാചകരുടെ ഗോത്രവും ഖുറൈശ് തന്നെയാണല്ലോ. അദ്ദേഹത്തിന്റെ ഗോത്രവും ഖുറൈശ് ഗോത്രമാണ്. തിരുദൂതരുടെ 5ാം പിതാമഹനായ കിലാബും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ 5ാം പിതാമഹനുമായ ത്വയ്മും സഹോദരങ്ങളാണ്. മുറത്താണ് ഇരുവരുടെയും പിതാവ്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും പിതൃപരമ്പര ഒരൊറ്റ പിതാവിലേക്ക് എത്തുന്നത്. മുറത്താണ് ആ പിതാവ്. പിൽക്കാലത്തെ ഉറ്റ ബന്ധത്തെ സാധൂകരിക്കും വിധം വംശപരമായും സാഹോദര്യവും പുലർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും എന്നർത്ഥം. ഇസ്ലാമിന് മുമ്പേ അബൂബക്കർ തങ്ങൾ പുലർത്തിയ സാംസ്കാരിക ജീവിതത്തെക്കുറിച്ച് ചരിത്രം ഏറെ വാചാലമാണ്. പൊതുസമൂഹത്തെ ഗ്രസിച്ചിരുന്ന അജ്ഞാനത്തിന്റെ ദുശീലങ്ങളൊന്നും അദ്ദേഹത്തെ ദീക്ഷിച്ചേയിരുന്നില്ല. അക്കാലത്ത് സാർവത്രികമായിരുന്നു മദ്യപാനവും ബിംബാരാധനയും മറ്റു അശ്ലീലങ്ങളും. ഇവയിൽ നിന്നെല്ലാം അദ്ദേഹം പാടെ അകന്നിരുന്നു. ചീത്ത കൂട്ടുകെട്ടുകൾ ഉണ്ടായിരുന്നില്ല. പ്രവാചകരായിരുന്നു ഉറ്റ സുഹൃത്ത്. അതുകൊണ്ടുതന്നെ നന്മയാണ് ബാല്യം മുതൽ അദ്ദേഹം ശീലിച്ചത്. കുടുംബ വ്യാപാരമായ വസ്ത്രക്കച്ചവടം AD 591 അഥവാ തന്റെ 18ാം വയസ്സിൽ ഏറ്റെടുക്കുകയാണ്. സിറിയയിലേക്കും മറ്റു ദേശങ്ങളിലേക്കും ഈ ആവശ്യാർത്ഥം ദീർഘയാത്രകൾ തുടർച്ചയായി അദ്ദേഹം നടത്തി. അദ്ദേഹത്തിന്റെ അധ്വാനശീലവും സമ്പാദ്യശീലവും മറ്റുള്ളവർക്ക് മാതൃകയായിരുന്നു. ഉത്തമമായ ഈ പശ്ചാത്തലം കാരണം ചെറുപ്പകാലത്തെ ഖുറൈശി പ്രമുഖരിൽ ഒരാളായി അദ്ദേഹം പേരെടുത്തു. ഗോത്ര തർക്കങ്ങളിലും പൊതുപ്രശ്നങ്ങളിലും മധ്യസ്ഥനായി. വിധി തീർപ്പുകൾ സ്വീകാര്യവുമായിരുന്നു. പാവങ്ങളോടുള്ള ദയാവായ്പ്, സേവന സന്നദ്ധത, ദുർബലരെ സഹായിക്കാനുള്ള മനസ്ഥിതി തുടങ്ങിയ സാമൂഹിക പ്രവർത്തനങ്ങൾ മൂലം പിതാവ് ജീവിച്ചിരിക്കെ തന്നെ അദ്ദേഹം കുടുംബത്തിൽ പ്രാമുഖ്യം നേടി. ഇസ്ലാമിന് മുമ്പും ശേഷവും അദ്ദേഹത്തിന്റെ ഈ ഔന്നിത്യം ശ്രദ്ധേയമാണ്. ക്രിസ്താബ്ദം 573 മക്കയിലെ ഖുറൈശി ഗോത്രത്തിലെ ബനൂ തൈം വംശത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനനം. അദ്ദേഹത്തിന്റെ പിതാവിന്റെ നാമം ഒന്നുകൂടി പറയുകയാണ്, ഉസ്മാൻ അബൂ ഖുഹാഫ. മാതാവിന്റെ പേര് സൽമ ഉമ്മുൽ ഖൈർ എന്നിവരുമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനിച്ചപ്പോൾ അദ്ദേഹത്തിന് നൽകിയ നാമം അബ്ദുള്ള അഥവാ ദൈവത്തിന്റെ ദാസൻ എന്നായിരുന്നു. വെളുത്തു മെലിഞ്ഞ ശരീര പ്രകൃതമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നത്. ഒരു സമ്പന്ന കുടുംബത്തിലാണ് അബൂബക്കർ തങ്ങളുടെ ജനനം. മറ്റ് അറബ് കുട്ടികളെ പോലെ തന്നെ അദ്ദേഹം തന്റെ കുട്ടിക്കാലം ചെലവഴിച്ചത് ബദുക്കളുടെ ഇടയിലായിരുന്നു. അഥവാ അഹ്ലുൽ ബഈർ, ഒട്ടകങ്ങളുടെ ആളുകൾ, ഒട്ടകങ്ങളോട് പ്രത്യേകമായ ഒരു പ്രിയം സൂക്ഷിക്കുന്നവർ എന്നായിരുന്നു ബദുക്കൾ. ബദുക്കൾ അവരെ സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ഇപ്രകാരമായിരുന്നു. ഇമാം സുയൂത്തിയുടെ തഹ്രീഖെ ഖുലുഫ എന്ന ഗ്രന്ഥത്തിലെ വിവരണമനുസരിച്ച് ചെറുപ്രായത്തിലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിഗ്രഹാരാധനയിൽ താല്പര്യമില്ലാത്ത ആളായിരുന്നു. 10 വയസ്സായപ്പോൾ പിതാവിന്റെ കൂടെ കച്ചവട സംഘമായി ചേർന്ന് അബൂബക്കർ തങ്ങൾ സിറിയയിലേക്ക് പോയി. ആ സമയം 12 വയസ്സുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന കുട്ടിയും കച്ചവട സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. മക്കയിലെ മറ്റു സമ്പന്ന കച്ചവട കുടുംബത്തിലെ കുട്ടികളെ പോലെ അബൂബക്കറും സാക്ഷരനും കവിതകളോട് താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന വ്യക്തിയുമായിരുന്നു. വർഷാവർഷം ഉക്കാള് ചന്തയിൽ നടക്കുന്ന കാവ്യ സദസ്സിലും അദ്ദേഹം പങ്കെടുക്കുമായിരുന്നു. ഓർമ്മശക്തിയിൽ മികച്ചു നിന്നിരുന്ന അബൂബക്കർ തങ്ങൾക്ക് അറബ് ഗോത്രങ്ങളുടെ വംശപരമ്പരകൾ കൃത്യമായി അറിയാമായിരുന്നു. ക്രിസ്താബ്ദം 591 തന്റെ 18ാം വയസ്സിൽ അദ്ദേഹം വ്യാപാരത്തിലേക്ക് തിരിയുകയും കുടുംബ വ്യാപാരമായ വസ്ത്രവ്യാപാരം ഒരു തൊഴിലായി സ്വീകരിക്കുകയും ചെയ്തു. പിന്നീടുള്ള വർഷങ്ങളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിരന്തരം വ്യാപാര യാത്രകൾ നടത്തി.
യമൻ, സിറിയ കൂടാതെ മറ്റിടങ്ങളിലും അദ്ദേഹം ഈ ആവശ്യാർത്ഥം സഞ്ചരിച്ചു. കൂടുതൽ സമ്പാദ്യവും അനുഭവങ്ങളും ഈ യാത്രകൾ അദ്ദേഹത്തിന് സമ്മാനിച്ചു. നല്ല വ്യാപാരോന്നതി കൈവന്ന് അബൂബക്കർ തങ്ങൾ സാമൂഹ്യ പദവിയിലും പ്രാധാന്യം ലഭിക്കുകയാണ്. പിതാവ് ജീവിച്ചിരിക്കെ തന്നെ അബൂബക്കർ തങ്ങൾ തന്റെ ഗോത്രത്തിന്റെ പ്രതിനിധിയായി അംഗീകാരം നേടി. ഗോത്രത്തിലെ തർക്കങ്ങൾക്ക് പരിഹാരം തേടി അദ്ദേഹത്തെയാണ് ആളുകൾ സമീപിച്ചിരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തെ പറ്റിയും ഭരണകാലത്തുണ്ടായ വികസനങ്ങളെ പറ്റിയും പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ആദ്യകാല ജീവിതത്തെ പറ്റി അല്പം പരാമർശിക്കുന്നത് സമുചിതമായിരിക്കും. അദ്ദേഹത്തിന്റെ ആദ്യ പേര് അബ്ദുള്ള എന്നായിരുന്നല്ലോ. പിതാവിന്റെ പേര് അബൂ കുഹാഫ എന്നും. അബൂബക്കർ എന്നത് അദ്ദേഹത്തിന്റെ ഓമന പേരാണ്. എല്ലാവിധ എതിർപ്പുകളെയും തൃണവൽഗണിച്ചുകൊണ്ട് പുരുഷന്മാരിൽ വെച്ച് ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ചത് അദ്ദേഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന്റെ സംഭവം വിവരിച്ചു കൊടുത്തപ്പോൾ അല്പം പോലും ആലോചിച്ച് നിൽക്കാതെ അത് അംഗീകരിക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ സിദ്ദീഖ് അഥവാ സത്യവാൻ എന്ന് വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗോത്രമായ ഖുറൈശ് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെയും കബീല. സൽസ്വഭാവിയും സർവ്വസ്വീകാര്യനുമായിരുന്നു അദ്ദേഹം. മദ്യപാനികളുടെ മദ്യത്തിൽ ജീവിച്ചിട്ടും ഒരു തുള്ളി മദ്യം പോലും അദ്ദേഹം കഴിച്ചില്ല. അദ്ദേഹം എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം തന്നെ വർത്തിക്കുകയും എല്ലാ വിധേനയും നബി തങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പലായനം ചെയ്തപ്പോൾ എല്ലാം കൈവെടിഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുഗമിച്ചു. അദ്ദേഹം ഒരു ധനികനായിരുന്നു. എന്നാൽ തന്റെ ധനമെല്ലാം ഇസ്ലാമിനു വേണ്ടി ചിലവഴിച്ചു. തന്റെ സ്വന്തം കുടുംബത്തിന് പോലും യാതൊന്നും ബാക്കി വെക്കുകയുണ്ടായില്ല. പണക്കാരനായിട്ട് പോലും വളരെ ലളിതമായ ഒരു ജീവിതമാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഭരണത്തലവനായതിന്റെ ശേഷവും ഇതേ നില തന്നെ അദ്ദേഹം തുടർന്നു. ഭരണാധികാരം ഏറ്റെടുത്തതിന്റെ അടുത്ത ദിവസം തന്റെ കുറച്ച് വസ്ത്രങ്ങളുമായി കച്ചവടത്തിനു വേണ്ടി പട്ടണത്തിലേക്ക് നടക്കുകയായിരുന്നു. വഴിയിൽ വെച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ തടയുകയും അങ്ങ് മുസ്ലിങ്ങളുടെ ഖലീഫയായി കഴിഞ്ഞിരിക്കുന്നതിനാൽ ഈ ജോലി പറ്റുകയില്ലെന്ന് അദ്ദേഹത്തെ ഉണർത്തുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ചോദിച്ചത് തന്റെ കുടുംബത്തിന്റെ ജീവിതത്തിന് മറ്റെന്ത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്നായിരുന്നു. ഈ സംഭവത്തെ തുടർന്ന് സ്വഹാബികൾ അദ്ദേഹത്തിന് തുച്ഛമായ ഒരു വേതനം നിശ്ചയിച്ചു കൊടുത്തു. അറേബ്യയിൽ ഖുറൈശികളിൽ ഒരു പ്രവാചകൻ ആഗതനാവുമെന്ന് വേദജ്ഞാനികളിൽ നിന്നും മറ്റുമായി ജനങ്ങൾ ഗ്രഹിച്ചിരുന്നു. ചില അടയാളങ്ങളിൽ നിന്ന് ആ പ്രവാചകൻ തന്റെ കൂട്ടുകാരൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കുകയുണ്ടായി. ക്രൈസ്തവ ജൂത പുരോഹിതരിൽ നിന്ന് കേട്ട നബി വരവിനെ കുറിച്ച് സെയ്ദ് ഇബ്നു അംറും ഉമയ്യത്ത് ഇബ്നു അബീ സുൽത്തും നടത്തിയ ഒരു സംഭാഷണം കഅബയുടെ ചാരത്തിരിക്കുകയായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു കേൾക്കാനിടയായത് ഇക്കാര്യത്തെ പറ്റി അദ്ദേഹത്തിന് കൂടുതൽ ഉൾക്കാഴ്ചയുണ്ടാക്കി. ഉമയ്യത്ത് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് പ്രഭാതം? സെയ്ദ് പറഞ്ഞു, നല്ലത് തന്നെ. ഉമയ്യത്ത് വീണ്ടും ചോദിച്ചു, നീ അറിഞ്ഞോ വല്ലതും? സെയ്ദ്, ഇല്ല, എന്തേ സംഭവം? ഉമയ്യത്ത് പറഞ്ഞു, അള്ളാഹു നിശ്ചയിച്ചതല്ലാത്ത മതങ്ങളെല്ലാം അന്ത്യനാളിൽ നിഷ്ഫലമാണെന്ന്. പ്രതീക്ഷിക്കുന്ന അന്ത്യദൂതൻ വരിക ഞങ്ങളിൽ നിന്നോ അതോ നിങ്ങളിൽ നിന്നോ? ഈ സംഭാഷണത്തിന്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി വേദ പണ്ഡിതനായ വറഖത്ത് ബിൻ നൗഫലിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമീപിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരിയാണ് സ്നേഹിത, ആ പ്രവാചകൻ അറബികളിൽ ഉത്തമ വംശത്തിലാണ് പിറക്കുക എന്ന് ഞങ്ങൾ വേദജ്ഞാനികൾക്കറിയാം. ഈ സംഭവം താരിഖ് സുയൂത്തി പേജ് നമ്പർ 34 നമുക്ക് കാണാൻ കഴിയും. പിന്നെയും കുറച്ചുകാലം കഴിഞ്ഞാണ് പ്രവാചകന് യുക്തിയുണ്ടാവുന്നത്. ഉടൻ തന്നെ ഇസ്ലാം സ്വീകരിച്ച് പുരുഷന്മാരിലെ ഒന്നാമത്തെ വിശ്വാസിയായി അദ്ദേഹം. എന്റെ പ്രബോധിതരിൽ ഒട്ടും സംശയിക്കാതെയും താമസം വരുത്താതെയും കേട്ടപാടെ വിശ്വാസിയായത് സിദ്ദീഖാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രശംസിച്ചത് കാണാം. പ്രവാചകരോടുള്ള ഈ സമർപ്പണവും വിശ്വസ്തതയും കാരണം അബ്ദുള്ള എന്ന സ്വന്തം നാമത്തെ നിഷ്പ്രഭമാക്കും വിധം സിദ്ദീഖ് അഥവാ വിശ്വസ്തൻ എന്നും നരകമോചനം സ്ഥിരപ്പെട്ടതിനാൽ അതീഖ് എന്നും അദ്ദേഹം വിളിക്കപ്പെട്ടു. മക്കക്കാരുടെ പീഡന പർവ്വത്തിൽ സത്യവിശ്വാസിയാവുന്നതും പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നതും ഒട്ടും എളുപ്പമായിരുന്നില്ല. എങ്കിലും തനിക്ക് ബോധ്യമായ സത്യത്തെ അവഗണിച്ച് വെളിച്ചത്തിന്റെ ശത്രുവാകാൻ അദ്ദേഹം തുനിഞ്ഞില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരസ്യമായി പ്രബോധനം ആരംഭിച്ചിരുന്നില്ലെങ്കിലും ഒരു നാൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശത്രുക്കൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി പ്രസംഗം നടത്തുകയാണ്. ക്രൂദ്ധരായ അവർ അദ്ദേഹത്തെ അടിച്ചു വീഴ്ത്തി ബോധം കെട്ടുപോയി. ഓർമ്മ തെളിഞ്ഞപ്പോൾ അദ്ദേഹം തിരക്കിയത് തിരുദൂതരെ കുറിച്ചാണ്.
തന്റെ അഭാവത്തിൽ ശത്രുക്കൾ നബിയെ ഉപദ്രവിച്ചോ എന്ന് ആദി പൂണ്ട ആ പ്രവാചക സ്നേഹി അവിടത്തെ നേരിൽ കണ്ടപ്പോഴേ സമാധാനിച്ചുള്ളൂ. ഈ സംഭവം അദ്ദേഹത്തിന് ആദ്യത്തെ മതപ്രഭാഷകൻ എന്ന സ്ഥാനം നേടിക്കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം ആശ്ലേഷം പ്രവാചകന്റെ പ്രബോധന ദൗത്യത്തിൽ ഒരു നാഴികക്കല്ലായിരുന്നു. അടിമ സമ്പ്രദായം മക്കയിൽ നടമാടിയിരുന്ന കാലമായിരുന്നു അത്. സ്വതന്ത്രനായ ഒരാൾ അക്കാലത്ത് ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എതിർപ്പുണ്ടെങ്കിൽ പോലും തന്റെ ഗോത്രത്തിന്റെ എല്ലാവിധ സംരക്ഷണവും കിട്ടിയിരുന്നു. അടിമകൾക്ക് പക്ഷെ അത്തരത്തിലുള്ള സംരക്ഷണം ലഭ്യമായിരുന്നില്ല. അവർ പീഡനങ്ങൾക്ക് വിധേയരായിരുന്നു. താൻ വിശ്വസിക്കുന്ന ആദർശത്തിനായി തന്റെ സമ്പാദ്യത്തിന്റെ നല്ലൊരു പങ്ക് അദ്ദേഹം നൽകി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രബോധന ഫലമായി ഇസ്ലാമിലേക്ക് വന്ന പ്രധാനികൾ നിരവധിയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സുബൈർ ഇബ്നുൽ അവ്വാം, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അബൂ ഉബൈദത്തുൽ ജറാഹ്, സഅദ് ഇബ്നു അബീ വഖാസ്, തുൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹും തുടങ്ങിയ സ്വഹാബികൾ പ്രമുഖർ അവരിൽപ്പെട്ടവരാണ്. സത്യമതം സ്വീകരിച്ചത് കാരണം ഉടമസ്ഥരുടെ മർദ്ദനം